എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സ് ആണ്. കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിനും നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു, കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരികയും ചെയ്തതാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ട എസ്സേ ടോപ്പിക്സുകൾ കാറ്റഗറി വൈസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. കാരണം ഈ ഒരു വീഡിയോ മെയിൻലി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ളതാണ്. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പെയ്ഡ് ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിന്റെ ഭാഗമായിട്ട് മോർ ദാൻ 50 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ആ ടോപ്പിക്കുകളെ പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ ഞാൻ പറയുന്നതാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പെയ്ഡ് പാക്കേജിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫുൾ പാക്കേജിന്റെ ഭാഗമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഒബ്ജക്റ്റീവ് പേപ്പറും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഈ ഫുൾ പാക്കേജിന്റെ ഭാഗമായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് അവൈലബിൾ ആണ്. സോ ഈ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് ഈ 9 ആൻസർ റൈറ്റിംഗ് എക്സസൈസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ആൻസർ റൈറ്റിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ ആൻസർ കോപ്പി വാലുവേറ്റ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ഒരു ലെവൽ എന്താണെന്നും അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യണമെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതാണ്. ബാക്കിയുള്ള 8 ആൻസർ റൈറ്റിംഗ് എക്സസൈസും ഗ്രേഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള വാലുവേഷൻ ആണ്. ബേസിക്കലി നിങ്ങളുടെ ഒരു ഇംപ്രൂവ്മെന്റ് മനസ്സിലാക്കാനായിട്ടുള്ള ഗ്രേഡുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്പണന്റ് ആണ് മോർ ദാൻ 50 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സ് നമ്മൾ ഫോർഡർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കമ്പണന്റ് എന്ന് പറയുന്നത് 5 ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടെസ്റ്റുകളാണ്. അതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റിന് ഗ്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രേഡിംഗ് വാലുവേഷൻ ഉണ്ടാവുന്നതാണ്. ബാക്കിയുള്ള 4 മോക്ക് ടെസ്റ്റുകൾക്കും വാലുവേഷൻ ഇല്ല. അതിന് പകരം ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഡിസ്കഷൻ വീഡിയോസും മോഡൽ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഒരു കോഴ്സ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിലേക്ക് കടക്കാം. ഈ ഹൈക്കോടതി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാം ആണ്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുഡീഷ്യറിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ പെർസ്പെക്റ്റീവിലുള്ള പ്രധാനപ്പെട്ട എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ടോപ്പിക്, അത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. അതായത് നമ്മുടെ കോടതികളിൽ പെൻഡിങ് ആയിട്ട് ഒരുപാട് കേസുകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. കാര്യം നമുക്ക് പലപ്പോഴും ആ ഒരു ജസ്റ്റിസ് കിട്ടാൻ വരുന്ന ഒരു ഡിലേ അത് വലിയൊരു നെഗറ്റീവ് ഫാക്ടറാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു എസ്സേ നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് തീർച്ചയായിട്ടും ഷോർട്ട് എസ്സേസ് ആണ് ചോദിക്കുന്നത്. ഇവൻ നമ്മുടെ സിലബസിലും കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് എസ്സേസ് ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ 2 എസ്സേസ് ആയിരുന്നു ചോദിച്ചത്, അതിന് മുമ്പ് ഒറ്റ എസ്സേ ആയിരുന്നു. അപ്പോൾ 2 എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വേർഡ് ലിമിറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഒരു 150 അല്ലെങ്കിൽ മാക്സിമം 200 വേർഡ്സിന് അപ്പുറം എന്തായാലും ചോദ്യങ്ങൾ വരത്തില്ല. 150 വേർഡിൻ്റെ ഒരു എസ്സേ എഴുതുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 4-5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്ത് ഒരു എസ്സേ എന്ന രീതിയിൽ എഴുതുക എന്നാണ് എക്സാം ഹോളിൽ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും വരാൻ സാധ്യതയുള്ള ഓരോ ടോപ്പിക്കുകളും പ്രധാനപ്പെട്ട 5-6 പോയിന്റ്സ് നിങ്ങൾ ഫോർഡർ മെറ്റീരിയലായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കത് ആ ഒരു ഫോർഡർ മെറ്റീരിയൽ റീമോഡൽ ചെയ്ത് കറക്റ്റായിട്ടൊരു സ്ട്രക്ചറായിട്ട് എസ്സേ എഴുതാവുന്നതാണ്. സോ ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് എസ്സേ എഴുതേണ്ടതെന്ന് പറയുവാണെങ്കിൽ ആദ്യം ഈ ഒരു പെൻഡിങ് കേസസിനെ പറ്റി പറയുക. അതിപ്പോൾ ഒരു സ്റ്റാറ്റ് വെച്ച് തുടങ്ങുവാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. പിന്നീട് ഓർത്തിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ വരുന്നത്, ഈ ഡിലേ കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ കോമൺ മാൻ ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇത്രയും പോയിന്റുകൾ ബ്രീഫായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആയി. ഇതുപോലെ ഓരോ ടോപ്പിക്കിനെ പറ്റി ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തരുന്നത്. ആ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ വർക്ക് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറേയും കൂടെ ഓർത്തിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്തൊരു ടോപ്പിക്ക് ജുഡീഷ്യറീസ് റോൾ ഇൻ എൻഷറിങ് സോഷ്യൽ ജസ്റ്റിസ്. ജനറിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഈ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടുള്ള പല ഡയമെൻഷനും നമ്മൾ ടച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പം ജെൻഡർ ഇക്വിറ്റി അല്ലെങ്കിൽ വുമൻ ഇക്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ട്രാൻസ്ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഡിസബിലിറ്റി ആയിട്ട് ഫിസിക്കൽ ഡിസബിലിറ്റി കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ മാർജിനലൈസ് സെക്ഷൻസ്, ഈ സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെയുള്ള പല ഡയമെൻഷൻസിൽ എങ്ങനെയാണ് ജുഡീഷ്യറിയുടെ ഒരു റോള് അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ ജുഡീഷ്യറി. സോഷ്യൽ മീഡിയയുടെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എങ്ങനെ ജുഡീഷ്യറി അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു. അത് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമുക്കിപ്പോൾ അറിയാം ജനങ്ങൾ കുറേയും കൂടെ അവരുടെ ലീഗൽ റൈറ്റ്സിനെ പറ്റി കുറേയും കൂടെ അവയർനെസ് വരുന്നു. മെയിൻ സ്ട്രീം മീഡിയ ഒന്നും പലപ്പോഴും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഹൈലൈറ്റ് ചെയ്യുകയും അതുവഴി കോടതി ഇന്റർവ്യൂൻ ചെയ്യുകയും അങ്ങനെ നീതി കിട്ടുകയും ചെയ്യുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്.
അങ്ങനെ പോസിറ്റീവായിട്ടും സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ടും സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പം ഈ മീഡിയ ട്രയൽ പോലെ തന്നെ സോഷ്യൽ മീഡിയ ട്രയൽ ഇപ്പം ഭയങ്കര ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. ജഡ്ജസിനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ്സും ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുമ്പം പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ മെൻഷൻ ചെയ്യുക. അടുത്ത ചോദ്യം നോക്കി, ജുഡീഷ്യറി ഇൻ ഡിജിറ്റൽ ഏജ്. സോഷ്യൽ മീഡിയ ഒരു കുറേ കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ ജുഡീഷ്യറി ഇൻ ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്നത് വളരെ കുറേ കൂടെ ബ്രോഡായിട്ടുള്ള ഒരു മേഖലയാണ്. ഈ ഒരു ഡിജിറ്റൽ ഏജിൽ ജുഡീഷ്യറിക്ക് വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ്സ് വഴി ജുഡീഷ്യറി എങ്ങനെ ആദ്യം സഹായിച്ചു എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അതിന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ കോവിഡ് ലോക്ക്ഡൗണും കോവിഡ് റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്ന സമയത്ത് കോടതികൾ പലപ്പോഴും ഓൺലൈനായിട്ടാണ് പല കേസുകളും ഹിയർ ചെയ്തത്. ടെലികോൺഫറൻസിങ്, ടെലിലോ, അങ്ങനെ പല രീതിയിലും ഈ ഡിജിറ്റൽ ഏജിലുള്ള ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ്സ് ജുഡീഷ്യറി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ്സും അതിനുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ ട്രയൽസ്, ഡിജിറ്റൽ ഏജിൽ വരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, അതായത് ഇപ്പം സൈബർ ക്രൈംസ് ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അങ്ങനെയുള്ള പല നെഗറ്റീവ്സും. ഇത് ബ്രോഡായിട്ടുള്ള ടോപ്പിക്കാണ്, ഒരുപാട് ഡയമെൻഷൻസ് ഉള്ളൊരു ടോപ്പിക്കാണിത്. അടുത്തത്, ജുഡീഷ്യറീസ് റോൾ ഇൻ സ്ട്രെങ്തനിങ് ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസി എങ്ങനെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് സ്ട്രക്ചറിനെ എങ്ങനെ ജുഡീഷ്യറി സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളത് കുറേ കൂടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യമാണ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഒരു പ്രധാനപ്പെട്ട പില്ലറാണ്. എക്സിക്യൂട്ടീവിൻ്റെ എക്സസസ് ജുഡീഷ്യൽ റിവ്യൂ വഴി ജുഡീഷ്യറി കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്സും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലിപ്പം കണ്ടുവരുന്ന പല ഇഷ്യൂസും ജുഡീഷ്യറി ഇടപെട്ട് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ PILs, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസിലൂടെ കോടതികളുടെ മുമ്പിലെത്തി പെട്ടെന്നുള്ളൊരു സ്പീഡ് ജസ്റ്റിസ് കിട്ടുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും സോഷ്യൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ പല രീതിയിലും ഇന്ത്യൻ ഡെമോക്രസി ഈ ജുഡീഷ്യറി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇതും വളരെ ബ്രോഡായിട്ടുള്ളൊരു മേഖലയാണ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ ഓർത്തിരിക്കുക. അടുത്ത, ജുഡീഷ്യൽ ആക്ടിവിസം വെസസ് ജുഡീഷ്യൽ ഓവർറീച്ച്. ജുഡീഷ്യൽ ഓവർറീച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ എക്സാമിന് അത് വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസത്തെ പറ്റി ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം അത് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും ജുഡീഷ്യറി നേരിട്ട് ഇടപെട്ട് അതിന് ഹെൽപ്പ് കൊണ്ടുവരിക. ജുഡീഷ്യറിയുടെ ആ ഒരു ബേസിക് ഫ്രെയിംവർക്കിനപ്പുറം സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് കൊണ്ടുവരുന്നു. അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർഫറൻസ് ഒരുപാട് കൂടിപ്പോകുന്ന കേസുകൾ വരുന്നുണ്ടല്ലോ. അതായത് ഇപ്പം നമുക്കറിയാം സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള പവേഴ്സിൻ്റെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻസിലൂടെ എക്സിക്യൂട്ടീവ്സിൻ്റെ പവറിലേക്ക് ഒരുപാട് അങ്ങ് കൈകടത്തുന്ന ഒരു സിറ്റുവേഷനാണ് ജുഡീഷ്യൽ ഓവർറീച്ച് എന്ന് പറയുന്നത്. PILs, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് ഒക്കെ ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പണൻ്റ് ആണ്, ടൂളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്നിട്ട് അതിനെപ്പറ്റി കുറച്ച് ബേസിക് പോയിന്റ്സുകൾ, അത് എസ്പെഷ്യലി ജുഡീഷ്യൽ ആക്ടിവിസത്തെ പറ്റിയിട്ട് കുറച്ച് ബേസിക് പോയിന്റ്സുകൾ, അതിന് ഇമ്പോർട്ടൻസ്, അതെങ്ങനെ കോടതികൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് റൈറ്റ് ടു പ്രൈവസി ഇൻ ഡിജിറ്റൽ ഇന്ത്യ. അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ റൈറ്റ് ടു പ്രൈവസിയുടെ റിലവൻസും അത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം സുപ്രീം കോടതിയുടെ പുട്ടുസ്വാമി ജഡ്ജ്മെൻറ്റിലൂടെ റൈറ്റ് ടു പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. ഈ സോഷ്യൽ മീഡിയ അതുപോലുള്ള പല ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റ്സും വന്നിട്ടുള്ള ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ റൈറ്റ് ടു പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയൊക്കെ നമുക്കറിയാം ഇൻഡിവിജ്വൽസിൻ്റെ പ്രൈവസിയിലേക്കുള്ളൊരു ഇൻട്രൂഷൻ പലപ്പോഴും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം വരുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ബിഗ് ഡാറ്റ, ഈയിടെ നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഡീപ്പ് ഫേക്ക് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ. അതൊക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് ഉള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന റൈറ്റ് ടു പ്രൈവസി ഇൻ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഏജ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അടുത്ത, ജുഡീഷ്യറീസ് റോൾ ഇൻ ടാക്ലിംഗ് കറപ്ഷൻ. എങ്ങനെ ജുഡീഷ്യറിക്ക് കറപ്ഷൻ ടാക്കിൾ ചെയ്യാം. അത് പല പ്രധാനപ്പെട്ട കേസുകളിലും എക്സിക്യൂട്ടീവും ബ്യൂറോക്രസിയും കുറേ കൂടെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള കറപ്ഷൻസ് തടയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളും കൂടെ റെഫർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ജുഡീഷ്യറീസ് റോൾ ഇൻ ടാക്ലിംഗ് കറപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ളൊരു പോയിന്റ് ഡെവലപ്പ് ചെയ്യുക. അടുത്തത്, ജുഡീഷ്യറീസ് റോൾ ഇൻ എൻഷുറിങ് ജെൻഡർ ഇക്വിറ്റി. നമ്മൾ നേരത്തെ ജുഡീഷ്യറീസ് റോൾ ഇൻ എൻഷുറിങ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ്. ഇപ്പം നമുക്ക് അതിനകത്ത് വുമൻ ഇക്വിറ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ജെൻഡർ ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു മേഖല തന്നെയാണ്. ഇപ്പം വേറെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, ദ റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഇമാൻസിപ്പിക്കേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ എന്ന് പറയുകയാണെങ്കിൽ കുറേ കൂടെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യമാണ്. ലാസ്റ്റ് ടോപ്പിക്ക്, ദ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്. അതിൻ്റെ
കാരണങ്ങൾ, അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്, അത് കാരണം ഉണ്ടാകുന്ന പോസിറ്റീവ്സ്, ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴേക്കിന് നമ്മൾ പറയുകയുണ്ടായി അതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്. PILസിൻ്റെ നമ്പർ ഓരോ വർഷം കഴിയുന്നവരും കൂടുകയാണ്. ഒരുപാട് കാര്യങ്ങൾക്കല്ല, ഒരുപാട് ടോപ്പിക്കുകളിൽ PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതിയിൽ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഈ PIL വഴി കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്, പക്ഷെ അത് കാരണം ഇപ്പോൾ ഒരുപാട് കൂടുമ്പം അത് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ്സും ഉണ്ട്. സോ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഒരു 10 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു എക്സ്പെക്ട് എസ് ടോപ്പിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ കാറ്റഗറി വൈസ് അല്ലെങ്കിൽ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് എസ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.